Who are you? Huh? Get out. Get out from here. ആരാ മനസ്സിലായില്ല? എന്റെ വീട്ടിൽ കയറി കിടന്നിട്ട് ഞാൻ ചോദിക്കേണ്ട ചോദ്യം എന്നോടാണോ ചോദിക്കുന്നത് ഞാൻ ആരാണെന്ന്? Get out. എന്റെ മോള് Get out. ഓടാ. Get out. വേണ്ട, പിടിച്ച് ഇറക്കി വിടുക. തൊട്ട് പോരുത് അവരെ. മാറ്, അവന്റെ അടുത്ത് മാറാൻ. എന്റെ ഗസ്റ്റുകൾ അവരെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വീട്ടിൽ എന്റെ അനുവാദം ഇല്ലാതെ ആരും താമസിപ്പിക്കാൻ ഞാനും സമ്മതിക്കില്ല. അനുവാദം വാങ്ങില്ല എന്ന് ആര് പറഞ്ഞു? ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നു എനിക്ക് 2 ഗസ്റ്റ് ഉണ്ടെന്നും അവരിന്ന് ഇവിടെ കിടക്കുന്നെന്നും. കുടിച്ച് ബോധമില്ലാതായതിന് ഞാനാണ് ഉത്തരവാദി. എന്നാൽ ഇവനെ പോലെ ഒരാളെ എന്റെ വീട്ടിൽ ഞാൻ സമ്മതിക്കില്ല. കണ്ടാ തന്നെ അറിയാമല്ലോ ഇവനൊരു കള്ളനാണെന്ന്. എന്തെങ്കിലും കൊടുത്ത് എടുക്കാനുള്ള എടുത്തിട്ട് പൊയ്ക്കോളം പറ ഇവരോട് വേഗം. ഇല്ല, ഈ രാത്രി ഇവരെവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ കിടക്കും. പേടിക്കണ്ട, ആരും ഒന്നും ചെയ്യില്ല. ഒന്നും ഞാനാ പറയുന്നത്. എങ്ങോട്ട്? മുറി പോയി കിടക്ക. ഇത്രയൊക്കെ ആയിട്ടും പിന്നെ പിടിച്ചിരുത്ത നോക്ക്. അതെ, നിങ്ങൾ ഇവിടുന്ന് പോയാ ഞാൻ തോറ്റതുപോലെയാവും. ഇപ്പോ എന്നെ തോൽപ്പിക്കരുത് പ്ലീസ്. എന്ത്? ഈ ഒരു വട്ടം ഒന്ന് ക്ഷമിക്കേ, ഇനി ഒന്നും ഉണ്ടാവില്ല. കിടന്നുറങ്ങിക്കോ. താങ്ക്സ്. ഒരു ഉമ്മക്കാരി തൂത്താളത് കൊണ്ടേ കള്ളൂടീന് കൊടുക്കാൻ പറ. നാളെ രാവിലെ അവരിവിടെ ഉണ്ടാവണം. ഉണ്ടാവും. What happened? രണ്ടുപേര് ഇവിടെ ഉറങ്ങാൻ പോയി സാർ. മാഡം മുകളിൽ ഉറങ്ങാൻ പോയി സാർ. മാഡം, but who are they? അതെന്നോട് ചോദിച്ചാൽ പിന്നെ തന്നെ എന്തിനാണോ ഹൗസ് മാനേജർ ആക്കിയിരിക്കുന്നത്? I will show them. കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായില്ലേ? അർദ്ധരാത്രിയിൽ കുടിച്ച് ലക്ക് കെട്ടുവരുന്ന ഭർത്താവിനെ തോൽപ്പിക്കാൻ നടക്കുന്ന ഒരു ഭാര്യയാണത്. വെറും ഒരു വിടോ. എന്താ? അത് ഇംഗ്ലീഷിൽ പറയണതാ. അത് ആണുങ്ങളെ മലയാളത്തിൽ വിടൻ എന്ന് പറയും, ഇത് വിടോ എന്ന് പറയും. അത് വിട്. അയാളോടുള്ള ദേഷ്യം തീർക്കാൻ നമ്മൾ ഇവിടെ പിടിച്ച് താമസിപ്പിച്ചിരിക്കുന്നത് അറിയാ? അവള് ശരിയല്ല. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കറിയായിരുന്നു അവള് ശരിയല്ലെന്ന്. അതെ, അത് തന്നെ ഞാൻ പറഞ്ഞു. പാവം പോലെ ഇരിക്കും, പക്ഷെ അവൾ ആളത്ര ശരിയല്ലെന്ന്. അയാൾ എന്തായാലും നാളെ നമ്മളെ ഇറക്കി വിടും. ഈ സാധനങ്ങളൊന്നും തൊട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല. കയ്യിൽ ഒതുങ്ങാവുന്ന സാധനങ്ങൾ എടുത്ത് ഇപ്പൊ തന്നെ സ്ഥലം വിടുക. അതാ ബുദ്ധി. വാ, വീഴാണ്ട് പിടിക്കണേ. എന്താ നെഴല് വരുന്നത്? എല്ലാം അടുക്കി ഒതുക്കി വെക്കുകയായിരുന്നു. കുഴപ്പമാണെങ്കിൽ എല്ലാം അലങ്കോലാക്കാം. വേണ്ടേ? വേണ്ട.
നന്ദു എവിടാ? ഈ മരത്തിലോട്ട് നോക്കിക്കേ. ഞാൻ ചാടത്തെ? വേണ്ട ചേട്ടാ, നമുക്ക് പോവാം. സുമേ, എന്താ അമ്മേ? നന്ദു എന്തിയേ? ഞാനിവിടെ ഉണ്ടമ്മേ. നന്ദൻ എന്റെ നന്ദൂട്ടിയാ. ഈ കയ്യിലിട്ട് ഞാൻ വളർത്തിയ എന്റെ കുഞ്ഞു പെങ്ങളാ. എന്റെ നന്ദുനെ ഏതെങ്കിലും അപകടത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആ മനസ്സോ ശരീരമൊന്നും നൊന്താ കൊല്ലുന്നു ഞാൻ. ഓർപ്പിച്ചു വെച്ചത്. നാളെ തന്നെ പൊക്കണോ ഇവിടുന്ന്. വേണ്ട 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 വേണ്ട, ഇനി ഇവിടുത്തെ കളി വേണ്ട. പോ 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 പോ. ഒന്നും എടുത്തില്ലെങ്കിലും വേണ്ട, ഉള്ള നേരത്തെ സ്ഥലം വിടാം. മുളക് ആ പാക്കറ്റ് എടുത്തോ. ഹൈ, എന്താ വരണില്ലേ? നന്ദനോട് പറഞ്ഞിട്ട് നാളെ പോവാം. നന്ദുവാ? ഏത് നന്ദു? എപ്പോഴാ നന്ദുവാ ഇത്? ഉള്ള നേരത്തെ പോവാം. എനിക്ക് ആ ക്യാറ്റ് വരണില്ലേ? ദേ വന്നില്ലേ കുഴപ്പാവേ. ദേ എവിടെയോ അപകടവും ചോരയും പകയൊക്കെ മണക്കണു. അതിനിടയിൽ എന്റെ കാറ്റിനെ കൊണ്ട് നടക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ടാ. നമുക്ക് നാളെ പോവാം മോസ്. ശരി, നാളെ പോവാം. നമുക്കിതൊന്നും വേണ്ട കാറ്റ്. ഞാനെന്നൊരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? പുതിയ ആളുകൾ, പുതിയ സ്ഥലം, ചെറിയ വീട്, ഒരു ഓട്ടോറിക്ഷ. നമുക്കത് മതി മോളൂ. അപ്പൊ നമുക്ക് നാളെ പോവാം. പോവാം.